മക്കളെ എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അടിസ്ഥാന പാഠാവലിയിലുള്ള രണ്ടാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണ് പ്രധാനമായും പഠിക്കാനുള്ളത്. ഈ ഒരു പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പാഠഭാഗം വംശം എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വംശം എന്ന് പറയുന്ന കവിത എഴുതിയത് വിജയലക്ഷ്മി ടീച്ചറാണ്. വളരെ മനോഹരമായിട്ടുള്ള ഉറുമ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണത്. രണ്ടാമത്തെ പാഠഭാഗം ദയ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഇതൊരു തിരക്കഥയാണ്. MD വാസുദേവൻ നായർ എഴുതിയ മഞ്ജു വാര്യർക്ക് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ദയ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയുടെ തിരക്കഥയാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠഭാഗം. മൂന്നാമത്തത് തഥാഗത എന്ന് പറയുന്നത് അഷിത എഴുതിയ ഒരു കഥയാണ്. വളരെ മനോഹരമായ ഒരു അമ്മയും മകളും ഒക്കെ കഥാപാത്രമായി വരുന്നൊരു കഥയാണ് മൂന്നാമത്തെ പാഠഭാഗം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ, രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ കാവ്യഭാഗത്തിലേക്ക് അല്ലേ, നമ്മുടെ കവിതയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ വംശം എന്ന് പറയുന്ന കവിത എഴുതിയത് വിജയലക്ഷ്മി ടീച്ചറാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ വിജയലക്ഷ്മി ടീച്ചറുടെ കവിതകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏത് കവിതയായിരുന്നു നിങ്ങൾ പഠിച്ചതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏത് പാഠമാണ് നിങ്ങൾ പഠിച്ചതെന്ന് 8ാം ക്ലാസ്സിൽ വിജയലക്ഷ്മി ടീച്ചറുടെ ഏത് കവിതയാണ് പഠിച്ചതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം, ടീച്ചർ നോക്കാം. ഓക്കെ. അപ്പോൾ ഒരുപാട് കവിതകളൊക്കെ പുതിയ കാലഘട്ടത്തിൽ അല്ലെ സ്ത്രീകളുടെ ശബ്ദത്തെ വ്യത്യസ്തമായിട്ടുള്ള എഴുത്ത് രീതിയിലൂടെ എന്താണ് വേറിട്ട ശബ്ദം അല്ലേ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കവയിത്രിയാണ് വിജയലക്ഷ്മി ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് വംശം എന്ന് പറയുന്ന കവിത. ഓക്കെ. അപ്പോൾ സീതാദർശനം എന്ന് പറയുന്ന സമാഹാരത്തിലുള്ള കവിതയാണ് വംശം എന്ന് പറയുന്ന കവിത. അപ്പോൾ ഇതിലൊരു കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ആരാണ്? ഉറുമ്പാണ്. ആരാണ് കേന്ദ്ര കഥാപാത്രമായി വരുന്നത്? ഉറുമ്പാണ്. അപ്പോൾ ഉറുമ്പുകളെ കുറിച്ച് നമ്മൾ സാധാരണ അല്ലേ, നമ്മൾ അങ്ങനെ ഭീകരമായിട്ടൊന്നും ഉറുമ്പുകളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ. ഉറുമ്പുകളെ കുറിച്ചുള്ള കഥകളും കവിതയൊക്കെ വളരെ കുറവാണ് നമ്മൾ കേട്ടിച്ചും കണ്ടിച്ചൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ഉറുമ്പുകൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്, വളരെ ചെറിയൊരു ജീവിയാണ് അല്ലേ. അത് കടിച്ചാൽ വേദന ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് അല്ലേ. ഒരു കുഞ്ഞു നീറ്റലൊക്കെ നമ്മൾ ഉറുമ്പ് കടിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, ഉറുമ്പുകളിലൂടെ അല്ലേ നമുക്ക് തിരിച്ചറിയേണ്ട, നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഉറുമ്പുകളിലൂടെ അല്ലേ നമുക്ക് തിരിച്ചറിയാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കവിത കൂടെയാണത് അല്ലേ. അത്ര നിസ്സാരമല്ല ഒന്നും എന്ന് പറയുന്ന ഒരു വലിയ ആശയം അല്ലേ. നമ്മൾ വളരെ നിസ്സാരമാണ് എന്ന് കരുതി മാറ്റി നിർത്തുന്ന പലതും എന്താണ്, പല കാര്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന അല്ലേ, നമുക്ക് പഠിക്കാനുള്ള മാതൃകയാവുന്ന പല കാര്യങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ളതായിരിക്കണം അല്ലേ. അപ്പോൾ അതേപോലെ വലിയ ജീവിത ദർശനങ്ങളെയും തത്വങ്ങളെയും ഒക്കെ ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കാണിച്ചു തരാണ് അല്ലെ. ഉറുമ്പുകളുടെ സൗഹൃദമായിക്കോട്ടെ, ഉറുമ്പുകൾ അല്ലെ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന ആ ജീവികൾ തമ്മിലുള്ള ആ ഒരു അല്ലെ സാഹോദര്യം അല്ലെ. ഒരു ഉറുമ്പിന് ഒരു കഷ്ണം പഞ്ചസാര കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം അല്ലെ. ഇനി അതിനെ എടുക്കാൻ വയ്യാത്തൊരു വലിയ കഷ്ണമാണെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് ഉറുമ്പുകളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അല്ലെ അത് ഒന്നിച്ച് അല്ലെ അവരുടെ ഐക്യം, അവരുടെ സൗഹൃദം, സാഹോദര്യം അല്ലെ അവർ ചേർത്ത് വെക്കുന്നത്, നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് കരുതി വെക്കുന്നത്, ഇതൊക്കെ എന്താണ് നമുക്ക് കാണാനുള്ളതാണ്. അപ്പോൾ പിന്നെ എന്താണ്, ഉറുമ്പുകൾ ഒരിക്കലും വിശ്രമിക്കുന്നത് അല്ലേ. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്ന സിനിമയൊക്കെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഉറുമ്പുകൾ ഉറങ്ങുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. നമ്മൾ കാണുന്ന സമയത്തൊക്കെ ഉറുമ്പ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യണോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി നടക്കുന്നൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഉറുമ്പുകൾ എന്താണ്, അത്രയും അധ്വാനശീലരാണ് അല്ലെ. അത്രയും അധ്വാനശീലരാണ് ആര്, ഉറുമ്പുകൾ എന്നാണ് കവിതയിൽ പറയുന്നത്, നമ്മൾ കാണുന്നതുമാണ് അല്ലേ. അപ്പം അങ്ങനെ ഉറുമ്പുകളിലൂടെ എന്ത് ചെയ്യാണ്, മഹത്തരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെയാണ് വിജയലക്ഷ്മി ടീച്ചർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കവിതയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കവിതയിലുള്ള വരികളെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കുറച്ച് വരികൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് വിശദീകരിക്കാം. എന്താണ്, പാരം വിശപ്പാൽ കുഴങ്ങുമുറുമ്പൊന്ന് പ്രാതലിനെത്തി അടുപ്പുമുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവോൽ കൊമ്പുകളിൽ എടുത്തുയർത്തി പോവുകയാണ് 6 കാലുകൾ ചന്തമായി താളത്തിൽ തിരക്കുകൂട്ടി പേമഴക്കാലത്ത് സ്വാദുവാമിത്തരി സോദരർക്കൊത്ത് ആസ്വദിക്ക നല്ലു എന്നാണ് പറയുന്നത്. എന്താണ്, ഉറുമ്പിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഒരു ദിവസം രാവിലെ കവിയിത്രി ഇങ്ങനെ എണീറ്റ് എവിടെ വരികയാണ്, അടുക്കളയിൽ വന്നിങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഒരു ഉറുമ്പ് അല്ലേ. ഉറുമ്പിൽ എന്തിനു വേണ്ടി വരികയാണ്, പ്രാതലിനെത്തി അടുപ്പുമുക്കി അല്ലേ. എന്തിനാ വന്നത്, പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉറുമ്പ് വന്നിരിക്കുകയാണ്. എവിടെ വന്നിരിക്കുന്നടാ, എവിടെയാണ് ഉറുമ്പ് വന്നിരിക്കുന്നത്, അടുപ്പിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ. പ്രാതലിനെത്തി അടുപ്പുമുക്കി അല്ലേ. വിശന്ന് അല്ലേ, പാരം വിശപ്പാൽ കുഴങ്ങും ഉറുമ്പൊന്ന്. പാരം അല്ലേ, വളരെയധികം വിശന്ന് വലഞ്ഞൊരു ഉറുമ്പാണ് എന്ത് ചെയ്യുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അടുക്കളേൻ്റെ തിണ്ണയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരി ഇങ്ങനെ നോക്കുകയാണ് ഈ ഉറുമ്പിനെ അല്ലേ. അപ്പോൾ അത് പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി, അവിടെ ഇങ്ങനെ ഒരു തേങ്ങാത്തരി എന്ത് ചെയ്തിട്ടുണ്ട്, തെറിച്ചിട്ടുണ്ട്. തേങ്ങ ചെരുക്കുമ്പോൾ തെറിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു തരിയാണ്, തേങ്ങയുടെ തരിയാണ്.
അതെന്ത് ചെയ്യുക ചെയ്യണേ, പൂവ് പോൽ കൊമ്പുകളിൽ എടുത്തുയർത്തി അല്ലേ. അപ്പൊ അത് അത്രയും എന്താ പറയുക, ഉറുമ്പിനെ സംബന്ധിച്ച് ആ തേങ്ങാത്തരി തന്നെ എന്താണ്, ഭാരപ്പെട്ട ഒരു വസ്തുവാണ് അല്ലേ. അതിങ്ങനെ 2 കൊമ്പുണ്ടാവും ഉറുമ്പിന് അല്ലേ, കണ്ടോ നിങ്ങളെ. അതിങ്ങനെ പൂവ് പോലെ ആ കൊമ്പുകളിൽ ഇങ്ങനെ എടുത്ത് ഉയർത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ടോ പോവുകയാണ് 6 കാലുകളിലെ, 6 കാലുണ്ട് ഉറുമ്പിന്, ഇവിടെ കുറവാണ്. അപ്പോൾ 6 കാലും ആയിട്ട് എന്ത് ചെയ്യാണ്, ചന്തത്തിൽ ഇങ്ങനെ താളം അല്ലെ വെച്ച് തിരക്ക് കൂട്ടി ഉറുമ്പ് എന്ത് ചെയ്യുന്നു, ആ തേങ്ങാത്തരി തലയിൽ വെച്ച് ഇങ്ങനെ നടന്നു പോവാണ് അല്ലേ. പേമഴക്കാലത്ത് സ്വാദുവാമിത്തരി സോദരർക്കൊത്ത് ആസ്വദിക്കുന്നല്ലോ. എന്തിനു വേണ്ടിയിട്ടാ പോകുന്നത്, പേമഴക്കാലത്ത് അല്ലേ, നല്ല മഴയുള്ള സമയത്ത് എന്ത് ചെയ്യണം, കൂട്ടുകാരുടെ കൂടെ അത് എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സുഹൃത്തുക്കളുടെ കൂടെ എന്ത് ചെയ്യുന്നത്, കഴിക്കാൻ വേണ്ടി അല്ലേ, നാളത്തേക്ക് വേണ്ടി സൂക്ഷിക്കാനാണ്. നമ്മളെപ്പോലെ കിട്ടുന്ന അപ്പോൾ എന്ത് ചെയ്യാനല്ല, സാപ്പിടാനല്ല അല്ലേ. എന്താ ചെയ്യണേ, നാളെയെക്കുറിച്ച് ബോധമുണ്ട് അല്ലേ, നാളത്തേക്ക് വേണ്ടി അത് കരുതി വെക്കാൻ വേണ്ടി കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ തേങ്ങാത്തരിയും എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഉറുമ്പ് പോകുന്നത്. ഓക്കെ, എണ്ണമിനുങ്ങും മുഖത്തെന്തൊരു ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം, ഇത്തിരി പോകുന്നൊരു ഇടുപ്പിതിൻ ചാതുര മറ്റാർക്കുമില്ലിങ് കണ്ടതുള്ളൂ. എന്താ പറയുന്നത്, എണ്ണമിനുങ്ങും മുഖത്തെന്തൊരു ഗൗരവം അല്ലേ, ഉറുമ്പിന്റെ ശരീരത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് അല്ലേ. അപ്പൊ ആ എണ്ണമിനുങ്ങുന്നത് പോലെയുള്ള മുഖമാണ് അല്ലെ, എന്തൊരു ഗൗരവമാണ് ആ മുഖത്ത്. ഇത്തിരി പോന്നൊരു ഇടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലിങ് കണ്ടതുള്ളൂ എന്ന് പറയാണ്. ഇടുപ്പ് അല്ലേ, അരക്കെട്ടിനെയാണ് ഇടുപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇടിപ്പഴക പാട്ടൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാരുത, ഈ അരക്കെട്ടിന്റെ സൗന്ദര്യം എന്താണ്, ഇങ്ങനെ മറ്റാർക്കും കണ്ടിട്ടില്ല അല്ലെ. ഈ എള്ളുടൽക്ക് എന്തൊരു അല്ലെ, എള്ളുപോലെ അത്രയും മനോഹരമായ അല്ലെ, കറുത്ത നിറത്തിലുള്ള, തിളങ്ങുന്ന കറുത്ത നിറത്തിലുള്ള ഉറുമ്പിന്റെ അരക്കെട്ട് അല്ലെ എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഷേപ്പിലാണ് ഉള്ളത് അല്ലെ ഉറുമ്പിന്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശരീരത്തെയാണ് വർണ്ണിക്കുന്നത് അല്ലെ. എന്തൊരു സൗകുമാര്യം, ഇത്തിരി പോകുന്നതിന്റെ ഇടുപ്പിന്റെ ചാരുത, ഭംഗി എന്താണ്, മറ്റാർക്കും കണ്ടിട്ടില്ല എന്ന് ഉറുമ്പിനെ കുറിച്ച് പറയാണ് അല്ലെ. ഇനി എന്ത് പറയുന്നു, ഇത്രയ്ക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നു. എന്താ പറയുന്നത്, ഇത്രയ്ക്ക് ഒതുങ്ങിയ ശരീരം അല്ലെ, ഒതുങ്ങിയ ഇടുപ്പൊക്കെ വന്നത് അല്ലെ അധ്വാനശീലം കൊണ്ടായിരുന്നു. ഉറുമ്പുകൾ ഒരിക്കലും വിശ്രമിക്കാറില്ല നമ്മൾ പറഞ്ഞു അല്ലെ. എപ്പോഴും ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ നിന്റെ ഇടുപ്പിന് അല്ലെ, നിന്റെ ശരീരത്തിന് ഇത്രയും സൗന്ദര്യം വന്നതെന്ന് എന്ത് ചെയ്യാണ്, എഴുത്തുകാരി ചോദിക്കുകയാണ് ഉറുമ്പിനോട് അല്ലേ. പിന്നെ എന്താണ്, നൃത്തച്ചുവട് കൊണ്ട്. നർത്തകിമാരുടെ ശരീരമൊക്കെ നമുക്കറിയാം, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെ, ഭയങ്കര വടിവത്ത ശരീരമായിരിക്കും നർത്തകിമാർക്ക് ഉണ്ടായിരിക്കും. കാരണം അവർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം, ശരീരം കൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പോൾ അധ്വാനശീലം കൊണ്ട് അല്ലെങ്കിൽ നൃത്തച്ചുവട്, എപ്പോഴും ഇങ്ങനെ താളത്തിൽ 6 കാല് വെച്ച് ഇങ്ങനെ താളത്തിലാണ് ആര് നടക്കുന്നത്, ഉറുമ്പ് നടക്കുന്നത് അല്ലേ. അപ്പൊ അതിനെ നൃത്തത്തോട് ഉപമിക്കുകയാണ് കവിയത്രി. അപ്പൊ ആ നൃത്ത ചുവടുകൾ കൊണ്ടാണോ നിന്റെ ശരീരം ഇത്രയ്ക്ക് ഒതുങ്ങിയ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ശരീരമായി മാറിയത് എന്ന് പറയാണ് അല്ലെ. ദാരുവിൽ നിന്നെ പകർത്തണമെന്നെന്റെ വേരുദാഹിച്ചിതാ നോക്കി നിൽപ്പു. നിന്നെ ഇങ്ങനെ ഒരു മരത്തിൽ അല്ലെ ഇങ്ങനെ കൊത്തി വെക്കണം എന്ന് എന്ത് ചെയ്യാണ്, എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ച് നോക്കി നിൽക്കുകയാണ്. രാവു പകൽ സന്ധി ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പാവമേ, നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പു. എന്താണ്, രാത്രിയും പകലും ഒന്നുമില്ലാതെ ഫുൾ ടൈം എന്ത് ചെയ്യാണ്, ഉറുമ്പുകൾ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാ കാര്യവും റെസ്റ്റ് ഇല്ലാണ്ട് ഓടി ചാടി നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയും അല്ലേ, രാവും പകലും സന്ധ്യ ഉഷസ്സും ഒന്നുമില്ലാതെ ഇങ്ങനെ ജോലിയെടുത്തേ മരിച്ചു പോകുക. എല്ലാ സമയം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെ ഇങ്ങനെ തുടച്ചു മാറ്റുക അല്ലേ. സാധാരണ നമ്മൾ അങ്ങനെയാണ്, ഉറുമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ എന്ത് ചെയ്യും, അതായത് കൊതുക് തന്നെയാണ് അല്ലേ, ആ ഉറുമ്പിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അതിനെ കാണാണ്ടാവുന്ന വിധത്തിലേക്ക് അതിനെ നമ്മൾ ഉപദ്രവിക്കാറുണ്ട്. നമ്മൾ കടിച്ച് വേദനിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ അല്ലേ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ് ഉറുമ്പുകളൊക്കെ ഉപദ്രവിക്കും നമ്മൾ അല്ലേ. നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിലും നമ്മൾ ഉപദ്രവിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ എഴുത്തുകാരി വിചാരിക്കണം, ഇതൊക്കെ ക്ലീൻ ആക്കണമെങ്കിൽ ഇനി അങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി. പക്ഷേ രാത്രിയും പകലും സന്ധ്യ ഉഷസ്സൊന്നും ഇല്ലാണ്ട് 24 മണിക്കൂർ ഇങ്ങനെ വർക്ക് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന നിന്നെ അല്ലേ അങ്ങനെ തുടച്ച് കളയാനും എന്ത് ചെയ്യുന്നില്ല, എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. നീ ജനൽ മെല്ലെ കടന്ന് മുറ്റത്തുള്ള പൂവാങ്കുരും നില കാട് ചുറ്റി, വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോട് ചുറ്റി, നീല കിടാർനെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പച്ചി, ആകെ തിരക്കിട്ട് അകത്തേക്ക് പോകുകയാണ് ആയാസമില്ല ചുമട്ടുകാരി അല്ലേ. എന്താ പറയുന്നത്, നീ ജനല് മെല്ലെ കടന്ന് അല്ലേ പൂവാങ്കുരുന്നില കാട് ചുറ്റി അല്ലേ, പൂവാങ്കുരുന്നിലയുടെ കാട് ചുറ്റിയിട്ട് 2-3 ചെടിയാണെങ്കിലും ഉറുമ്പിനെ സംബന്ധിച്ച് ആ 2-3 ചെടി ഒരു കാട് പോലെയാണ് അല്ലേ. ഈ പൂവാങ്കുരുന്നിലയുടെ കാട് ചുറ്റി അവിടെ ഇങ്ങനെ വൻമന പോലെ എന്ത് നിന്നിരുന്നു, ഒരു വെള്ളാരം കല്ല് അല്ലേ. ഒരു വെള്ളാരം കല്ല് ഒരു കുഞ്ഞിക്കല്ലായിരിക്കും, പക്ഷെ ഉറുമ്പിനെ സംബന്ധിച്ച് അത് കുന്നാണ് അല്ലേ. വൻമല പോലെ നിന്നിരുന്ന വെള്ളാരം കല്ലിന്റെ ചോട് ചുറ്റി എങ്ങോട്ടാ പോകുന്നത്, നീല കിഴാർനെല്ലി പിന്നെ മുക്കുറ്റി പൂക്കുന്ന
ഈ കേടാർനെല്ലി മുക്കുറ്റിയൊക്കെ പൂക്കുന്നതിൻ്റെ അടുത്ത് എന്താണ് ഒരു മൺകൂനയുണ്ട് അല്ലേ. മൺകൂന കോട്ട പറ്റി എന്ത് ചെയ്യാണ്, ആയാസമില്ല അല്ലേ, ചുമട്ടുകാരെന്ത് ചെയ്യുന്നു, ആകെ തിരക്കിട്ട് അകത്തേക്ക് പോവുകയാണ് ആര്, നമ്മുടെ ഈ ഉറുമ്പ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വളരെ അല്ലേ എന്താ പറയുക തിരക്കിട്ട് അല്ലേ, ഇതാരെങ്കിലും കൊണ്ടുപോകുമോ, ഇത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, നാളത്തേക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കാൻ എവിടെ കൊണ്ടുപോവാണ്, അതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ജനൽ കടന്ന് പൂവാങ്കുരുനിലേൻ്റെ കാടൊക്കെ ചുറ്റി നമ്മുടെ വെള്ളാരം കല്ലിൻ്റെ ചോട് ചുറ്റി കിഴാർനെല്ലിൻ്റെ അടുത്തുകൂടെ മുക്കുറ്റി പൂക്കുന്ന പറമ്പിലൂടെ എന്ത് ചെയ്യാണ്, അതിൻ്റെ മണൽക്കൂനേൻ്റെ അടുത്തേക്ക് പോവാണ് അല്ലേ. എന്നിട്ടോ ആകെ തിരക്കിട്ട് അകത്തേക്ക് പോകുകയാണ്, ആയാസമില്ല ചുമട്ടുകാരി. അപ്പോൾ ഒരു ചുമട്ടുകാരിയോട് അല്ലേ, ഒരു സ്ത്രീയുടെ അധ്വാനശീലയായ, ഒരിക്കലും വെറുതെ ഇരിക്കാതെ രാവും പകലും സന്ധ്യയില്ലാതെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ത്രീയോടാണ് ഇവിടെ ആരെ ഉപമിക്കുന്നത്, ഇവിടെ ഉറുമ്പിനെ ടീച്ചർ അല്ലേ കവയിത്രി ഉപമിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് വംശം എന്ന് പറയുന്ന കവിത. അപ്പോൾ രസമായിട്ട് അല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പാഠഭാഗം കൂടെയാണ് വംശം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ മക്കൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് വേറെ വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മക്കൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.